KSRTC ബസ്സിൽ സൗജന്യയാത്ര നടത്തുന്ന സ്ത്രീകളെ കൂട്ടമായി അപമാനിച്ച സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നവർ ദാരിദ്ര്യം അഭിനയിച്ചാണ് സൗജന്യയാത്രയ്ക്കായി പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറാൻ എത്തുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ്. ഗവൺമെന്റ് കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയാകെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നടത്തിയത്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു തുടങ്ങിയ മന്ത്രി ദരിദ്രരായി അഭിനയിച്ചാണ് കേരളത്തിലെ പല സ്ത്രീകളും KSRTC ബസ്സിൽ സൗജന്യയാത്ര നടത്തുന്നതെന്ന് പരിഹസിച്ചു. ഇക്കൂട്ടർ KSRTC ബസ്സിൽ തള്ളിക്കയറുകയാണ്. പ്രസംഗം സ്ത്രീകളെ അപമാനിക്കലല്ലേ എന്ന ചോദ്യത്തിന് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി മന്ത്രി വ്യക്തമാക്കി. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് DYFI വ്യക്തമാക്കി. മന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മളെല്ലാം എന്തോ ഭിക്ഷയാചിക്കുന്ന മാതിരി ആ രീതിയിൽ അവഹേളിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. സ്ത്രീകൾ കൂടുതലായി സർക്കാർ വാഗ്ദാനം ചെയ്ത ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിൽ പിന്നെ വിരളി പൂണ്ടിട്ട് കാര്യമില്ല. മന്ത്രിയുടെ പരാമർശത്തിൽ യാതൊരു അപാകതയും ഇല്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിന്റെ മറുപടി. റിപ്പോർട്ടർ, പാലക്കാട്.